റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ഒരു സൊസൈറ്റിയിലെ മതപരമായും ഗോത്രപരമായും അല്ലെങ്കിൽ വംശീയമായും ജനകീയമായും ജാതിപരമായും തൊഴിൽപരമായും ഉണ്ടാകാവുന്ന വളരെ വേഗത്തിലുള്ള സമൂലമായ മാറ്റത്തെയാണ് റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കേട്ടു മനസ്സിൽ പതിഞ്ഞിട്ടുള്ള വിപ്ലവങ്ങൾ അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും റഷ്യൻ റവല്യൂഷനും ഒക്കെയായിരിക്കും. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്ന വാക്കുകളും കേട്ടുമറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ BC 1800 മുന്നേ ജീവിച്ചിരുന്ന നവീന ശിലായുഗത്തിലെ പുരാതന ജനതയും ഒരു തരത്തിലുള്ള വിപ്ലവം സൃഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റി ചുളിയുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അതെന്താണെന്ന് വിശദമാക്കാം. കല്ലുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് വേട്ടയാടിയ ശിലായുഗത്തിലെ മനുഷ്യർ കല്ലുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി മധ്യശിലായുഗവും പിന്നിട്ട് നവീന ശിലായുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ മിനുസപ്പെടുത്തിയ മുനയുള്ള അവൻ്റെ ശിലായുധങ്ങൾ മൂലം അവൻ അവൻ്റെ ജീവിത സാഹചര്യവും വിപുലപ്പെടുത്തി. ജനസംഖ്യാ വർധനവും മൂലം പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളും ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവും അവൻ്റെ വേട്ടരീതികളെയും പ്രവർത്തികളെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇതുമൂലം ഒരിടത്ത് സ്ഥിരമായി താമസം ആരംഭിച്ച അവൻ സ്വന്തമായി കൃഷിയും വ്യാപാരവും എന്നുവേണ്ട സകലമാന രീതിയിൽ അടിമുടി മാറി. കൃഷി ഈ കാലഘട്ടത്തിൽ അവനിലും അവൻ്റെ സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഈ മാറ്റങ്ങൾ ഒരു വിപ്ലവമായിരുന്നു, അവനറിയാതെ അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ വിപ്ലവം. ഇത്തരത്തിൽ സമസ്ത മേഖലകളിൽ പുരോഗതി കൈവരിച്ചതിനാൽ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡാണ് ആദ്യമായി നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം അല്ലെങ്കിൽ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. അതായത് സ്വയം പര്യാപ്തമായ ഭക്ഷ്യോൽപാദന സമ്പദ് വ്യവസ്ഥ. അവിടെ നിന്നും അവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതിശയകരമായ അവൻ്റെ ജീവിതകാലചക്രം എങ്ങനെയായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത് എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? എങ്കിൽ ഒട്ടും വൈകാതെ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക.